എൻ്റെ എല്ലാം തകർന്നു. ബിസിനസ് പോയി, എല്ലാം പോയി. എനിക്കിനി ജീവിക്കണ്ട. ഉമ്മ എന്നോട് ക്ഷമിക്കണം. ഹലോ ഹലോ. എടാ മോനെ, ഇത് ഉമ്മയാന്നടാ. മോനെ, നീ തിരക്കില്ലാന്നോ? നാളെ പെരുന്നാളായിട്ട് എൻ്റെ മോനെ ഒന്ന് വിളിച്ച പോലും ഇല്ലല്ലോ. അത് പണിത്തിരക്കൊണ്ട് ആകെ ക്ഷീണിച്ചിരിക്കുക. പിന്നെ ചെറിയൊരു ജലദോഷവും തലവേദനയൊക്കെ. എടാ, എനിക്കെന്തെങ്കിലും വിഷമം? ഇല്ല ഉമ്മ, ഒന്നുമില്ല ഉമ്മ, ഒന്നുമില്ല. ഉമ്മ പറ, എന്തൊക്കെയാന്ന് വിശേഷങ്ങൾ? മോനൊന്നും വിഷമിക്കണ്ട. മോന്റെ എല്ലാ വിഷമങ്ങളും തീരും. ഉമ്മ മനസ്സുരുകി പടച്ചവനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാലും എൻ്റെ മോനിന്ന് ഉമ്മാനെ വിളിക്കാൻ മറന്നുപോയല്ല. തിരക്കിലങ്ങ് മറന്നുപോയി ഉമ്മ. സാരമില്ല മോനെ. എന്നാൽ ഈ പെരുന്നാളിന് വലിയൊരു സമ്മാനം ഈ പടച്ചോൻ നിനക്ക് തരട്ടെ. ഉമ്മാന്റെ പ്രാർത്ഥന എപ്പോഴും നിന്റെ കൂടെയുണ്ട്. പടച്ചോൻ നമ്മളെ ഒരിക്കലും കൈവടിയൂല. ആണോ ഉമ്മ? ശരി ഉമ്മ, ഞാൻ പിന്നെ വിളിക്കാം ഉമ്മേനെ. കുറച്ചു നേരം ഞാനൊന്ന് കിടക്കട്ടെ. എന്റെ മോൻ വിഷമിക്കണ്ട, പടച്ചോൻ നിന്നെ കൈവിടൂല. ശരി മോനെ. ഹലോ. എടാ അളിയ, എന്താടാ? ഞാൻ നിനക്ക് നല്ലൊരു പെരുന്നാൾ സമ്മാനമായിട്ട് വിളിക്കുന്നേ. നിന്റെ ആ പ്രൊജക്റ്റ് ഇല്ലേ, അത് നമ്മുടെ കമ്പനി ആക്സെപ്റ്റ് ചെയ്തട്ടാ. നീ പറയുന്നത് സത്യമാണോ? അതേടാ, അത് സത്യാണ്. എനിക്ക് വിശ്വസിക്കാൻ അല്ലടാ. 4 ദിവസത്തിനുള്ളിൽ ഫണ്ട് നിന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആവും. താങ്ക്സ് എടാ, ഒരുപാട് സന്തോഷം. ഈ ഒരു സമയത്ത് നിന്നെ കൊണ്ട് വിളിപ്പിച്ചത് പടച്ചോൻ തന്നെയാ. നീ പറഞ്ഞത് ശരിയായിരിക്കും. വെറുതെ പടച്ചോൻ വിളിച്ചതല്ല, എൻ്റെ ഉമ്മാന്റെ പ്രാർത്ഥനയാണ് നിന്നെ കുട്ടിപ്പം വിളിപ്പിച്ചത്. ശരിയടാ, ഒരുപാട് സന്തോഷം. എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പെരുന്നാൾ സമ്മാനം തന്നെയാണ് ഇത്. അപ്പോ പെരുന്നാൾ ആശംസകൾ.